ശരിയാണ്. പക്ഷേ ഏറ്റവും അധികം വളരെ കൗതുകമായിട്ട് മനസ്സിൽ വന്നിരുന്ന ഒരു കാര്യം, അതായത് സുമതി വളവ് അങ്ങ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ കൊച്ചിയിൽ നമ്മളുടെ ഇവിടെ ഇതുപോലെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, വയനാട് പോയാൽ ലക്കിടി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ താമരശ്ശേരി ചുരത്തിലും ഇതുപോലെ കഥകൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് സുമതി വളവ് എടുക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. നീ ഈ സാധനത്തിന് ഒരു ഡീറ്റെയിൽ പറയണേ. അടുത്ത 3 സിനിമയ്ക്കുള്ള കഥയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു പേരാണ് സുമതി വളവ്. പണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റിയും ആ വളവിൽ ഒളിഞ്ഞു നിൽക്കുന്ന യക്ഷിയെ പറ്റിയും ആ വളവ് വഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കൊടുത്താൽ നന്നാവുമെന്ന് ഏകദേശം ഒരു 6 വർഷം മുന്നേ ഒരു ആഗ്രഹം തോന്നി. അന്ന് ആ ആഗ്രഹം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയിൽ പറഞ്ഞ സത്യമാണ്. പണ്ട് അതിലും വന്ന സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 6 വർഷത്തിന് ശേഷം ഇപ്പം ആ സിനിമ ചെയ്യാൻ പറ്റുകയും ഇവിടെ ഇത്രയും വലിയ ക്രൗഡിനുമില്ല അതിൻ്റെ ട്രെയിലർ കാണിക്കാൻ പറ്റുമ്പോഴും സത്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിന് കാരണം ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം ആ സ്വപ്നം എൻ്റെ കൂടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത വിഷ്ണു. മാളികപ്പുറം ചെയ്യുന്നതിന് മുന്നേ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ ഒരു വലിയ മുതൽ മുടക്കിൽ ചെയ്യണമെന്നുള്ളതുകൊണ്ടും അന്ന് ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവാത്തൊരവസ്ഥയായിരുന്നു. അന്ന് ഞങ്ങൾ സിനിമ പ്രൂവ് ചെയ്തിട്ടില്ല, സിനിമ ചെയ്തിട്ടില്ല. പിന്നീട് മാളികപ്പുറത്തിന് ശേഷം ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അന്നൊരു 4 കോടി 5 കോടിയൊക്കെ ചെയ്യാൻ തീരുമാനിച്ച സിനിമ ഇന്നൊരു 15 കോടി രൂപ ബഡ്ജറ്റിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് വന്ന മുരളിച്ചേട്ടനോട് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളൊപ്പം എത്തിയ തിങ്സ് സ്റ്റുഡിയോസിന്, അതേപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയ്ക്ക് ഞാനുണ്ട് കൂടെ എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന ഗോകുലം ഗോപാലൻ സാറിനോടും അതിന് കാരണക്കാരായ കൃഷ്ണമൂർത്തി ചേർന്നോടും ശിവചേരോടും ഒക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ